ഇന്ന് പ്രേമിക്കുന്നു, ജനുവരിയിൽ എയോട്, ഫെബ്രുവരിയിൽ ബിയോട്, മാർച്ചിൽ സിയോട്. പുരുഷനും പുരുഷനും ഒരുമിച്ച് ജീവിക്കുക, സ്ത്രീയും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക. ഇതൊരു വികലമായ ഒരു കാഴ്ചപ്പാടാണ്. മൃഗങ്ങൾ പോകുന്നത് പോലെ ആ രീതിയിലുള്ള ജീവിതശൈലി അപകടമാണ്. അവിടെ ഉത്തരവാദിത്വമില്ല. 4 ബന്ധങ്ങളിൽ മനുഷ്യനെ വളർത്തുവാൻ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. 1 ദൈവവുമായുള്ള ബന്ധത്തിൽ, 2 മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, 3 മനസ്സാക്ഷിയുമായുള്ള ബന്ധത്തിൽ, 4 സമൂഹവുമായുള്ള ബന്ധത്തിൽ. സ്നേഹമുള്ളവരെ, ബന്ധങ്ങളുടെ ലോകത്തിൽ വിള്ളൽ വീഴുന്ന കാലമാണ്. പഴയ ബന്ധങ്ങളുടെ ആഴം ഇന്നില്ലാതായി, പഴയ സൗഹൃദങ്ങളുടെ ഡെപ്ത് ഇല്ലാതായി. ഒരു 4-5 പതിറ്റാണ്ട് മുമ്പ് ഒരു ബന്ധം സ്ഥാപിച്ചാൽ അതിന് സ്ഥിരതയുണ്ടായിരുന്നു. എന്നാൽ സ്ഥിരത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രേമിക്കുന്നു, ജനുവരിയിൽ എയോട്, ഫെബ്രുവരിയിൽ ബിയോട്, മാർച്ചിൽ സിയോട്, ഏപ്രിലാകുമ്പോൾ ABCD ടെൻഷൻ. എല്ലാം ഒരു കച്ചവട സംസ്കാരത്തിൽ പ്രേമബന്ധങ്ങൾ പോലും മാറുന്ന കാലഘട്ടമാണ്. അതിൻ്റെ വിപത്ത് സമൂഹത്തിൽ നമുക്ക് കാണാനുമുണ്ട്. ആഴമേറിയ ബന്ധങ്ങൾ ഇല്ലാതാവും. ദൈവനിശ്ചയമാണ് പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷൻ. ദൈവനിശ്ചയമാണ്. അതിനു മുമ്പ് ദൈവം ഒരു കൽപ്പന കൊടുത്താണ് അയക്കുക: നിങ്ങൾ വർദ്ധിച്ചു വരികവൻ. അതാണ് ബൈബിൾ നൽകുന്ന ഒരു സന്ദേശം. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു. ഇന്ന് കാലം മാറുമ്പോൾ വ്യക്തികളുടെ വികലമായ കാഴ്ചപ്പാടുകളും മാനസിക വൈകല്യങ്ങളും ഇതിന് ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ്. ചില ആൾക്കാർ പറയും, ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, സ്നേഹം എന്തിനാ ഉത്തരവാദിത്വം? പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക, പുരുഷനും പുരുഷനും ഒരുമിച്ച് ജീവിക്കുക, സ്ത്രീയും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക. ഇതൊരു വികലമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ജീവിതത്തിൽ മനുഷ്യന് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഉത്തരവാദിത്വം മറന്നുള്ള ജീവിതം ഒരു ജീവിതക്രമമല്ല. ഒരു സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒരുമിപ്പിക്കുന്നത്, ദൈവം മക്കളെ കൊടുത്താൽ ആ മക്കളെ വളർത്തുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ശൈശവദശ മുതൽ ഒരു ജീവിതാന്തത്തിൽ പ്രവേശിക്കുന്ന കാലഘട്ടം വരെ മക്കളെ പഠിപ്പിക്കുക, ഒരുക്കുക, സ്വഭാവ രൂപവൽക്കരണം നടത്തുക, അതുവഴിയുള്ള കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ സഹിക്കുക. ഈ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു വീട്ടുകാർ 2, 3, 4, 5 മക്കൾക്കൊക്കെ ജന്മം കൊടുക്കുമ്പോൾ ആ മക്കളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുമ്പോൾ സമൂഹത്തെ വളർത്താൻ മാതാപിതാക്കൾ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അതേസമയം ചുമ്മാ ഒരുമിച്ച് ജീവിച്ചാൽ മതി. ഒരു ആമ്പട്ടിയും പെമ്പട്ടിയും ജീവിക്കുന്ന പോലെ, മൃഗങ്ങൾ പോകുന്നത് പോലെ ആ രീതിയിലുള്ള ജീവിതശൈലി അപകടമാണ്. അവിടെ ഉത്തരവാദിത്വമില്ല. വിവാഹം കഴിക്കാത്ത ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നില്ലെന്ന് വെക്കുക, പക്ഷെ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ആ നന്മയും സമൂഹത്തിലുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമാണ്. അപ്പം ഒന്നിച്ചുള്ള ചുമ്മാ ലിവിങ് ടുഗദർ, അതിനകത്ത് ഉത്തരവാദിത്വത്തിൻ്റെ പൂർണ്ണത ഒരിക്കലും നമ്മൾ കാണുന്നില്ല. അതിനിപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. ഇതൊരു മൃഗീയമായിട്ടുള്ള, മൃഗതുല്യമായ ചില വാസനകളുടെ പങ്കുവയ്ക്കലായിട്ട് ഇതിനെ കാണാൻ പറ്റും. അത് വ്യക്തികളെ ആക്ഷേപിക്കാൻ പറ്റില്ല, അവരുടെ മനസ്സ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു സമൂഹം വിലയിരുത്തുമ്പോൾ ആ കാഴ്ചപ്പാടിലെ അതിനെ കാണാൻ പറ്റൂ. ഇനിയും കാണാൻ പറ്റുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കെല്ലാവർക്കും വേണം. അങ്ങനെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. കുറേ നാൾ ജീവിച്ച് അങ്ങ് പോയാൽ പുതിയ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നില്ലെങ്കിൽ സമൂഹം എവിടെയാവും? സ്വഭാവ രൂപവൽക്കരണമുള്ള സന്താന പരമ്പരയ്ക്ക് ജന്മം കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ ലോകം എവിടെയാകും? സമൂഹം എവിടെയാകും? ഈ ഒരു ചിന്ത ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ മനസ്സ്, ലോകത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവ്, ഭാര്യ, അതിൽ ദൈവം അനുവദിച്ചാൽ ഉത്തരവാദിത്വമുള്ള പിതാവ്, മാതാവ്. അതാണ് സമൂഹത്തിൻ്റെ ക്രമം, ഇതാണ് ലോകത്തിൻ്റെ ക്രമം.
ഇതാണ് മതഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന പ്രമാണവും അത് തന്നെയാണ്. അപ്പം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഓടാതെ നമ്മൾ ജീവിക്കണം. 4 ബന്ധങ്ങളിൽ മനുഷ്യനെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. 1, ദൈവവുമായുള്ള ബന്ധത്തിൽ. 2, മനുഷ്യരുമായുള്ള ബന്ധത്തിൽ. 3, മനസ്സാക്ഷിയുമായുള്ള ബന്ധത്തിൽ. 4, സമൂഹവുമായുള്ള ബന്ധത്തിൽ. 4 ബന്ധങ്ങളിൽ നമ്മൾ വളർത്തണം. ദൈവബന്ധത്തിൽ മക്കളെ വളർത്തണം. മനുഷ്യനെ പോലെ കണ്ട് പെരുമാറാൻ മക്കളെ പഠിപ്പിക്കണം. ചെറിയ തെറ്റുപോലും തിരുത്താൻ ഒരാത്മശോധന മനസ്സാക്ഷി ബന്ധത്തിൽ തലമുറകളെ വളർത്തണം. അപ്പോൾ സമൂഹത്തിന് വേണ്ടി പോസിറ്റീവായ കൺട്രിബ്യൂഷൻ നൽകാൻ പഠിപ്പിക്കണം. ഇല്ലെങ്കിലോ നിശ്ചലമായ ഒരു സമൂഹം, 2 പേര് ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങ് ജീവിച്ചങ്ങ് തീരുന്നു. അതല്ലല്ലോ ലക്ഷ്യം. ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. ഒരു പേനായുടെ ലക്ഷ്യം അതുകൊണ്ട് കുത്തുക എന്നുള്ളതല്ല, പേന കൊണ്ട് എഴുതുക എന്നുള്ളതാണ്. ഒരു ചോക്കിൻ്റെ ലക്ഷ്യം ആർക്കെങ്കിലും എറിയാൻ ഉപയോഗിക്കാനല്ല, അതുകൊണ്ട് എഴുതാനും വരയ്ക്കാനുമാണ്. ഇതുപോലെ എല്ലാത്തിനുമുണ്ട് ഒരു ഇൻ ഓർഡർ ടു, എന്തിനോ വേണ്ടി എന്നൊരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ നന്മ ചെയ്ത് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യനിർവഹണത്തിൽ ലിവിങ് ടുഗദറും അങ്ങനെയുള്ള ജീവിതങ്ങളിലും ഒരു പരിധിവരെ പരാജയമാണ്. അപ്പം നമ്മൾ എല്ലാവരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എന്തേലും പറഞ്ഞാൽ അവരെന്നാ കരുതും എന്ന് ചിന്തിച്ചാൽ ഈ ലോകം നശിക്കും. ചില കാര്യം ശരിയല്ല, ദിശാബോധം മാറ്റണമെന്ന് പറയുമ്പോൾ ലോകം നന്നാവും. നമുക്ക് ജീവിതത്തെ സ്നേഹിക്കാം, ഉത്തരവാദിത്തങ്ങൾ വിശ്വസതയോടെ നിറവേറ്റാം. ഉത്തരവാദിത്തമില്ലാത്ത ജീവിതശൈലികളെ നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ മാതൃകാ ജീവിതം വഴി മനസ്സാക്ഷിയെ, ലോകത്തെ, മാനവ സമൂഹത്തെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയരുത്. ശരിയല്ലാത്തതിനെ ശരിയല്ല എന്ന് ഭയം കൂടാതെ പറയാനും ശരിയായതിനെ ധൈര്യത്തോടെ ആശ്ലേഷിക്കാനും നമുക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം.